ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ സ്കൂൾ തുറക്കുന്നത് നാളെ കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡിഷൊക്കെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടക്കത്തില്ല. ഇനിയിപ്പോൾ സ്കൂളൊക്കെ അല്ലേ, സ്കൂളിൽ പോകണം വരണം അതൊക്കെയാണല്ലോ. ഇനിയിപ്പോൾ പഠിച്ചാൽ മതി കേട്ടോ. എന്താവും ഏതാണെന്ന് നമുക്കൊരു പിടുത്തമില്ല. എന്നാലും നമ്മൾ അവർക്കൊപ്പം അങ്ങ് പോവാം കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് ക്യാരറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു ഡിഷ് ഉണ്ടാക്കാനൊക്കെ കൊണ്ട് പോവുകയാണെ. അപ്പോൾ പല്ലൊക്കെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് അധികം കട്ടിയുള്ളതൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ വയറ്റിയൊക്കെ എടുക്കുകയാണ്. സംഭവം രസമാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എൻ്റേതായ രീതിയിൽ ചുമ്മാ ഒരു തട്ടിക്കൂട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ എണ്ണയിൽ നെയ്ക്കകത്തിട്ട് നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ ചിക്കൻ ആട്ടോ. മെയിനായിട്ടുള്ള കാരണം ഇത് അവൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേ കേട്ടോ. കറി വെച്ച ചിക്കൻ ഞാൻ കട്ട് ചെയ്തിട്ടിട്ട് ആ വഴണ്ട് വന്ന ക്യാരറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി എന്നിട്ട് ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യും. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ. കാരണം ഇത് കടിച്ചെടുക്കാനൊക്കെ കൊണ്ട് ഇച്ചിരി പാടായിരിക്കുമല്ലോ. വെന്തതാണെങ്കിൽ പോലും ഈ ചിക്കനൊക്കെ കടിക്കാൻ ഇച്ചിരി പാടാണല്ലോ. അങ്ങനെ അതെല്ലാം കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു മുട്ടയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ, ആ മുട്ടയും കൂടെ അതിനകത്തോടെ അങ്ങ് പൊട്ടിച്ചിട്ട് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറയാം, എൻ്റെ കുട്ടൻ ഇന്ന് ഇന്നൂടിയുള്ളല്ലോ, നാളത്തെ സ്കൂളിൽ പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുട്ടയ്ക്കകത്ത് എല്ലാം എടുക്കണം അമ്മയെന്നും പറഞ്ഞിട്ട് അതെല്ലാം എന്നെ കൊണ്ട് എടുപ്പിക്കുക കേട്ടോ. അങ്ങനെ ഇതിനെ എല്ലാം കൂടിയിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ചെയ്യുന്നത് എന്നെ സമ്മതിക്കണം അല്ലേ. അതെ, ഇത് കഴിക്കുന്ന എൻ്റെ കൊച്ചിനെ സമ്മതിക്കണം. അപ്പോൾ ഇതിനകത്തോടെ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ഒരു പൊടിയോളം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് മാത്രം മതിയല്ലോ, അവന് അത്രത്തോളമൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ അവന് വേണ്ടി ഞാൻ കുറച്ച് ചോറ്, നമ്മുടെ സാധാ ചോറെടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ചെറിയ മണത്തിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില അവനോട് ഇടട്ടേന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഇട്ടോളാമെന്നൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് മല്ലിയില പിച്ചി ഇങ്ങനെ ഇട്ടേക്കുക കേട്ടോ. സംഭവം ഇതിങ്ങനെ കാണുന്നതുകൊണ്ടാണ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ചെറിയൊരു ബിരിയാണി ടച്ചൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കാശിക്കൂട്ടൻ ഏകദേശം ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചിക്കനും മുട്ടയൊക്കെ കണ്ടപ്പോഴേ അവൻ വീണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാനിവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കഴിക്കാനും കുഴപ്പമില്ലാത്ത സംഭവം കേട്ടോ. അപ്പം ക്യാരറ്റുമായി ചിക്കനുമായി മല്ലിയിലയായി അങ്ങനെ മുട്ടയായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു നോർമൽ ഒരു ഫ്രൈഡ് റൈസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കാം കേട്ടോ. അപ്പം റൈസ് ഫ്രൈഡ് റൈസിൻ്റെ അല്ല, എന്നാൽ പോലും സെറ്റാണ് സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിള്ളേരെ പറ്റിക്കാൻ എളുപ്പം. അപ്പം മഴയൊക്കെ കണ്ട് ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.